എന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ? എന്താ ഇത്ര പെട്ടെന്ന്? ഞാനിപ്പോ വരും നീ കരുതിയില്ലല്ലേ? ഏതായാലും നിന്റെ തന്തയ്ക്ക് തൃപ്തിയായല്ലോ. അവസാനം അയാൾക്ക് കഞ്ഞി കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. ഞാനിവിടെ. ജാനു വന്ന വിവരം നിങ്ങളെങ്ങനെ അറിഞ്ഞു? ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയാതിരിക്കില്ല. നീ അവളെ വിളി. ജാനു, എന്തായിട്ട് നീ കുളിക്കാറൊന്നുമില്ലേ? നിന്റെ ഒരു വേഷം. നിന്നെയും തല്ലിയിറക്കുന്ന എനിക്കറിയായിരുന്നു. അവസാനം അത് തന്നെ നടന്നു. ഏതായാലും ഇനി നീ എവിടെയും പോകണ്ട. ഇവിടെ തന്നെ നിന്നു. കുളിക്കണില്ലേ? മോളെവിടെ? ഉറങ്ങ. നീ കുറച്ച് വെള്ളം വെക്ക്. എവിടേക്കാ? നിന്റെ അച്ഛനുണ്ട് കാണാൻ. എന്തിനാ? എന്തിനാന്നറിയില്ലേ? നിന്നെ ഇറക്കി വിട്ടു, ഞാൻ കൊണ്ടുവന്നു. ഈ പെണ്ണെ ഇറക്കി വിട്ടു. ഇപ്പൊ വഴിയിലായില്ലേ? ഇതെല്ലാം കണ്ടോട്ട് ഞാൻ നോക്കി കേട്ടോ. ഞാനായാലും കണ്ടിട്ട് വരാം. അയ്യോ, വെറുതെ വഴക്കിന് പോണ്ട. വഴക്ക് കൂടാനില്ല, രണ്ട് കൊടുക്കാനാ. നിങ്ങൾ തമ്മിൽ വഴക്കും മക്കാനും ഉണ്ടാക്കി ആർക്കാ മോശം? ഈ പെണ്ണിനല്ലേ? പിന്നെ ഞാനും ചെയ്യണം. അച്ഛനും മക്കളും മോശം. ആ പെണ്ണിനെ തല്ലി ഇറക്കിയപ്പോ സമാധാനമായല്ലേ? അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല. അച്ഛന്റെ മനസ്സെന്താ കല്ലാണോ? അവളെ ആരാ നോക്കാൻ? ഞാൻ നോക്കണോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ രണ്ടു മക്കളും ചത്തുപോയി. ഞാനാ കുഞ്ഞിരാമന്റെ സ്നേഹനാ. എന്നെ അറിയില്ലേ? കുഞ്ഞിരാമൻ നിന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. എന്തിന്? നിനക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറഞ്ഞു. എനിക്കോ? അതെ, വലിയ സഹായായി. കുട്ടിയും ഞാനും കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടില്ല. ധർമ്മം ചോദിച്ചാലും ആരും തരൂല. വലിയ ഉപകാരായി. മോനെ, മോനെ. അവനെ വിളിക്കണ്ട. വിളിച്ചാൽ എന്താ? അതൊക്കെ പറയണം. താനെന്താ പറയണേ? എവിടെങ്കിലും വന്ന് പട്ടിണി കിടന്നാൽ ഉപദ്രവിക്കാൻ നോക്കുന്നു. ബഹളം കൂട്ടായി കള്ളം പറഞ്ഞൊന്ന് അവമാനിക്കാൻ നോക്കാണ്. താൻ എന്താ വിചാരിച്ചേ? തെരുവിൽ കിടക്കുന്നോണ്ട് എന്തും ചെയ്യാന്ന് വിചാരിച്ചോ? ഇയാളോടൊന്ന് പോകാൻ പറയൂ. എവിടെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാനും വിടില്ല. ആരുമല്ല. ഇവളെന്നോട് പണം ചോദിച്ചു, ഞാൻ തരികയെന്ന് പറഞ്ഞു. അതിന് ഒന്ന് പണിയാവുള്ളു. അല്ല, കള്ളമാണ്. ഓടാ, എന്നെ എനിക്കറിയാമടാ. ഓടാ. നാടകമൊക്കെ നടക്കുന്നു. എടാ കഴിവേടെ മോനെ, അടിച്ചു പായ പല്ല് ഞാൻ കുഴിക്കും. ഓടാ. ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ വീണ് ചാവാത്തത് ഈ ചെറുക്കന് വേണ്ടിയിട്ടാ. നിനക്ക് വേറെ ആരുമില്ലേ? ഉണ്ടായിരുന്നു, ആ കുഞ്ഞിരാമൻ. അവന്റെ കയ്യിൽ പെട്ടതാണ് എന്റെ നാശം. വെറും പാവായിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മഹാപാവി കാരണം എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അവസാനം അവനും. നീ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എങ്കിൽ കുറെ ധൈര്യമൊക്കെ വേണം. ഇതേതാ പണം? അവൻ തന്നതാ. അതെടുത്തോ, അതെടുത്തോ. നീ നിന്റെ അച്ഛനെ കാണാൻ പോയിരുന്നോ? പോയിരുന്നു. ആ പടി കയറെന്ന് പറഞ്ഞിട്ടും കുറച്ച് നാളം ഉണ്ടായിരുന്നു, നീ അവിടെ പോവായിരുന്നു. ഇപ്പൊ തന്തയും മോനും ഒന്നായി. ഞാൻ കൊള്ളരുതാത്തവൻ. വെറുതെ വർത്താനം പറയാണ്ടിരിക്കും. എണീറ്റ് നടക്കാൻ വയ്യെന്ന് കേട്ടപ്പോ ഒന്ന് പോയി കണ്ടതാ. അതിലെന്താ ഇത്ര വലിയ തെറ്റ്? വയ്യെന്ന് കേട്ടിട്ടൊന്ന് പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? അന്ന് അടിച്ചു പുറത്താക്കി നാട്ടുകാർ എവിടെയായിരുന്നു? നിങ്ങളോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. അതാ നല്ലത്.
ജാനു ഇവിടെ കുറച്ച് വെള്ളം തെളിക്ക്. എന്നാലും ശവം കുറിച്ച് മൂടിയിട്ട് ഇങ്ങോട്ട് പോകാൻ മതിയായിരുന്നില്ലേ? ദീപം 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 ഇവര് പോകുന്ന കാര്യം കുഞ്ഞിരാമൻ എങ്ങനെ അറിഞ്ഞു? എനിക്കെങ്ങനെ അറിയാനാ? എല്ലാം നേരിട്ട് കണ്ട മാതിരിയാണല്ലോ നീ എന്നോട് പറഞ്ഞത്. അവള് പറഞ്ഞതല്ലേ എനിക്കറിയൂ. ജാനു ഇങ്ങോട്ട് വാ. നിങ്ങൾ പോണ വിവരം അവനെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. അവൻ തടഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ നിന്നത്? അച്ഛനോട് പറയൂന്ന് പറഞ്ഞു. ഓടി കഴിഞ്ഞേ. അത്ര സ്നേഹം നിനക്ക് അപ്പൂനോട് ഉണ്ടായിരുന്നെങ്കിൽ നീ അവനെ വിട്ടുകൊണ്ട് പോരുമോ? ആ സമയത്ത് അവരെന്താ ചെയ്യാ? തെന്റെയോട് വഴക്കിടാൻ പറ്റുമോ? അവർ കുട്ടികളല്ലേ. ആ കുട്ടികള് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ ധൈര്യം കാണിച്ചവരാ കുട്ടികള്. ആയതൊക്കെയായി, ഇനി വിധി പോലെ വരട്ടെ. ദൈവത്തിന് വരെ പ്രേമം നോക്കി നടക്കല്ലേ ജോലി. ഞാൻ അവനെ നോക്കട്ടെ. ആ ദയവ് ചെയ്ത് പോണ്ട. എനിക്കറിയാം, വിട്. ഞാൻ തന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അതെന്താ എത്ര നല്ല ബുദ്ധി തോന്നാൻ കാരണം? ഓ, എന്റെ സഹായം ആവശ്യമായിരിക്കല്ലേ? അതുകൊണ്ടല്ലേ തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. താനിപ്പോ പലരെയും സഹായിക്കുന്നുണ്ടെന്ന് കേട്ടു. അതിനെന്ത് വേണം? എനിക്കൊരു കാര്യം അറിയണം, അത്രയേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ അനിയത്തി അവൾ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നീ എന്തിനാ ഇടപെട്ടത്? അറിയില്ലേ? തന്റെ സ്വന്തത്തിൽ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുമ്പോ ഞാൻ തടഞ്ഞു നിർത്തി തനിക്ക് അഭിമാനമല്ലേ? ആ തന്നെ പോലെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അന്തസ്സുള്ള ആര് കണ്ടാലും ചെയ്യേണ്ട കാര്യമാണ്. അത് ചോദിക്കാൻ എത്ര ദൂരം വന്നത്? നീ നാട് നന്നാക്കാൻ നടക്കാടാ. നിനക്ക് നാണവും മാനവും ഉണ്ടെങ്കിൽ നീ നശിപ്പിച്ച പെണ്ണ് വഴി കിടക്കുമ്പോ എന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്ത് അധികാരം? എടാ കേശവ, അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ടു. പക്ഷെ ഇന്നും നിന്റെ അവസാനമായിരിക്കും. എടാ, നിന്നേക്കാൾ എത്ര വലിയവനെ കണ്ടവനെ ഞാൻ. നീ അത് ചോദിക്കാവുന്നതാ? ആടാ, ഇനി എന്റെ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ ഇടപെട്ടാൽ അവനെ അടിച്ചിട്ടേ സൂക്ഷിച്ചോ. സംഗതിയൊക്കെ നടത്താം. അക്കാര്യത്തെ പറ്റി യാതൊരു വിരോധമില്ല. പിന്നെ ഞാനെന്താ ആലോചിക്കണമെന്ന് വെച്ചാ, വാസുവിന് എത്ര ലീവ് എന്ന് എനിക്കറിയില്ല. ഞാനവന് എഴുതലുണ്ട്. ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് എനിക്ക് ചുമതലയൊന്ന് അവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ പോട്ടെ. ശരി. പിന്നെ കുറച്ചൊന്നും ഞാൻ വിശ്വസിക്കും കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നടത്താം. ചെക്കന്റെ കസ്റ്റിംഗ് വന്നോട്ടെ. ശരി. എന്തിനാ പെണ്ണ ഇങ്ങനെ വെയിലുകൊള്ളുന്നത്? അത് പോ. പറഞ്ഞാ കേക്കണ്ടേ? പോയി അരി വന്തോ നോക്ക്. ഞാൻ അവരുമായിട്ട് ആലോചിച്ചു. അവർ വിരോധമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു പയ്യനെ കെട്ടിച്ചു കൊടുക്കുമ്പോ കാതലുമായിട്ടുള്ള എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങള്. അതിൽ പല കുഴപ്പങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ല. പെൺകുട്ടികൾ അങ്ങനെയൊക്കെ പറയും. ഞാൻ പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. ഇനി കുറച്ച് ദിവസം കൊണ്ടൊന്നും അറിയാലോ. ചേച്ചി, അരി വെന്തു, വറുക്കട്ടെ? വേണ്ട, ഞാൻ വരാം. ഈ അപ്പൂന് ആരൊക്കെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ഒന്നും നിനക്കറിയില്ലേ? അറിയില്ല. പ്രേമിക്കാൻ മാത്രം അറിയാലേ?